അപ്പോൾ പതിവ് പോലെ ഇന്നും പ്രാർത്ഥനയോടുകൂടി എണീച്ചത്. കാരണം അയറ് എണീച്ച് കഴിഞ്ഞാൽ ഒരു സംഗതി നടക്കൂല. അപ്പം അവൾ എണീക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അത് വേഗം ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. അത് ചെയ്ത് വെച്ച പകുതി സമാധാനമായി. കുട്ടികൾക്ക് ലഞ്ചിലേക്ക് വേണ്ടതാണ്. പിന്നെ സാമ്പാർ വെക്കുമ്പോൾ നല്ല ഉപകാരമാണ്. രണ്ടിനും കൂടി ഒരു കറി മതിയല്ല. ചോറിനും അത് മതി. പിന്നെ രാവിലത്തെ എന്താണെന്ന് വെച്ചാൽ ഇഡ്ലിക്കെല്ലാണെങ്കിലും ദോശക്കാണെങ്കിലും അത് മതിയല്ലോ. അതൊരു വലിയ ഉപകാരം തന്നെയാണ്. അപ്പം നമ്മൾ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മാവൻ്റെ കാന്താരി അച്ചാറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം. അപ്പം കൊഞ്ച് വരട്ടിപ്പൊഴിച്ചത് ആലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതാക്കിയത്. പിന്നെ സാമ്പാർ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ നമ്മളെ ബീത്താത്തൻ്റെ സ്പെഷ്യലായിട്ടുള്ള മുളകച്ചാറുണ്ട്. അത് മതി. അവർക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾക്കത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളുള്ളവർക്ക് രാവിലത്തെ പണി എന്ന് പറയുന്നൊരു ടാസ്ക് തന്നെയാണ്. സ്കൂളിൽ പോകാൻ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ നല്ല ടാസ്ക്കാണ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റായി. എന്താ പറഞ്ഞാൽ ലഞ്ചിലേക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി മുടി കെട്ടി കൊടുക്കുക. പെൺകുട്ടികളാകുമ്പോൾ മുടി കെട്ടാനുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചപ്പാത്തിക്കുള്ളതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്, രാത്രിക്കുള്ളതും കൂടി. അത് ഞാൻ എപ്പോൾ സമയം കിട്ടിയാലും വേഗം ഇന്ന് ഒരു ദിവസം മൊത്തമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു വെക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അയറെണീക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഉച്ചക്കത്തെ വരെ വൈകിട്ടാണ് ഉണ്ടാവുക. നല്ലോണം വൈകിപ്പോവും. അവൾ എണീച്ചിട്ടില്ലെങ്കിൽ രാത്രിയത്തെ കുറച്ച് പരിപാടി ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് എണീച്ചിട്ടുണ്ട്. എണീച്ച പാടുന്ന അവളെ കുളിപ്പിക്കലിൻ്റെ പണി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഫുഡ് ടാസ്ക് കംപ്ലീറ്റായി. ഇനിയിപ്പോൾ എല്ലാം അടുക്കലും തുടക്കലും പഠിക്കലും എല്ലാമാണ്. അപ്പോൾ ഒന്ന് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഒതുക്കലാണ്. ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയതിന് ശേഷം ഇനിയിപ്പം മെല്ലനെ ഓരോന്ന് ചെയ്തെടുക്കണം. പിള്ളേർ പോയി കഴിഞ്ഞാൽ തന്നെ പകുതിയൊരു സമാധാനമാണ്. അവരെ കൃത്യമായിട്ട് എത്തിക്കണമല്ലോ. അത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ. പിന്നെ ഇനിയിപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരണം. പാത്രം കഴുകാനുണ്ട്, ബാക്കി എല്ലാ പണികളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അവളെ കുറുക്കെല്ലാം കൊടുക്കാനുണ്ട്. അവളുടെ ടൈം ഔട്ടായിട്ടുണ്ട്. കുറച്ച് നേരമായി ഇതിനകത്തിട്ടിട്ട് ടൈം ഔട്ടായിട്ടുണ്ട്. ഇനി അവളെ ഫുഡ് കൊടുത്ത് അവളൊന്ന് ഉറക്കി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പണികളും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.